ഇന്നത്തെ ക്ലാസ്സിൽ ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് ആണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ബീംസ് പറഞ്ഞു, ബീംസിൽ ടൈപ്സ് ഓഫ് ബീംസ്, ടൈപ്സ് ഓഫ് ലോഡ്സ് ഒക്കെ പഠിച്ചു. പിന്നെ പ്രധാനമായിട്ടും ബീംസിലുണ്ടാകുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ആണ്. അപ്പോൾ ബീംസിൻ്റെ ഓരോ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കാണാൻ അതിൻ്റെ വേരിയേഷൻ, ഷിയർ ഫോഴ്സ് വേരിയേഷൻ കാണിക്കുന്ന ഡയഗ്രമാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും. അപ്പോൾ SFDയും BMDയും വരയ്ക്കാൻ പഠിച്ചു. പ്രധാനമായിട്ടും കാൻറ്റിലിവർ ബീം, സിമ്പിൾ സപ്പോർട്ടർ ബീം ആൻഡ് ഓവർഹാങ്ങിങ് ബീം. ഈ 3 കേസിലെയും SFDയും BMDയും നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. അതിനുശേഷം വരുന്ന ടോപ്പിക്കാണ് സ്ട്രെസ്സസ് ഇൻ ബീംസ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് സ്ട്രെസ്സാണുള്ളത്, ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സ് ദ സ്ട്രെസ്സസ് എഗെയിൻസ്റ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് എഗെയിൻസ്റ്റ് ബെൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കാണുന്ന ഇക്വേഷൻ സിഗ്മ ബൈ വൈ സീക്വൽ ടു എം ബൈ ഐ സീക്വൽ ടു ഇ ബൈ ആർ, എം ബൈ ഐ സീക്വൽ ടു സിഗ്മ ബൈ വൈ സീക്വൽ ടു ഇ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷനാണ് ബെൻഡിങ് ഇക്വേഷൻ. ബെൻഡിങ് തിയറി അതിൻ്റെ അസംഷനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എം ബൈ ഐ സീക്വൽ ടു സിഗ്മ ബൈ വൈ സീക്വൽ ടു ഇ ബൈ ആർ. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? ബെൻഡിങ് സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിൽ 0 ആണ്. ന്യൂട്രൽ ആക്സിസ് 0 ആണ്. ഇതിപ്പം സിമ്പിൾ സപ്പോർട്ടർ ബീമാണ്, ഇതെന്ത് സാഗിങ് ആണ്. സാഗിങ്ങിൻ്റെ കേസിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ എബോ ലെയേഴ്സൊക്കെ എന്താണ്? ഇവിടെയൊക്കെ ടെൻസൈലാണ്, ഇവിടെയൊക്കെ ടെൻസൈൽ സ്ട്രെസ്സാണ്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് 2 ടൈപ്പായിട്ടാണ് ഉണ്ടാകുന്നത്. ടെൻസൈലുണ്ട്, കംപ്രസീവ് ഉണ്ട്. ന്യൂട്രൽ ആക്സിസിൻ്റെ എബോ ഒക്കെ ടെൻസൈലാണ്, ബിലോ ലെയേഴ്സൊക്കെ കംപ്രസീവ് സ്ട്രെസ്സാണ്. അപ്പോൾ സാഗിങ്ങിൻ്റെ കേസിൽ കേട്ടോ, ഹോഗിങ് ആകുമ്പോൾ കാൻറ്റിലിവർ ബീമൊക്കെ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എന്താണ്? ടോപ്പ് ആൻഡ് ബോട്ടം ലെയറിൽ സിഗ്മ എന്തായിരിക്കും? സിഗ്മ മാക്സിമം ആയിരിക്കും, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. അപ്പം ഇതൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസ് പഠിച്ചു. റെക്ടാങ്കുലാർ, സർക്കുലാർ ആയാലും പിന്നെ ഐ സെക്ഷനൊക്കെ എല്ലാ ബീംസിൻ്റെയും ബെൻഡിങ് സ്ട്രെസ് കാണാൻ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ടോസ് ഈക്വൽ ടു FA y bar ഡിവൈഡഡ് ബൈ IB ആണ്. ടോസ് ഈക്വൽ ടു FA y bar ഡിവൈഡഡ് ബൈ IB ആണ് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീം. ഇപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്സസ് അഗെയിൻസ്റ്റ് ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്വേഴ്സ് സെക്ഷന് പാരലായിട്ട് ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോ സീക്വൽ ടു FA y bar ഡിവൈഡഡ് ബൈ IB. F എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ എന്തിൻ്റെ ഏരിയ എന്ന് ഞാൻ പറഞ്ഞുതരാം. y bar എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് y bar എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഓഫ് ഏരിയ എബോവ് ദി സെക്ഷൻ കൺസിഡേർഡ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം തൽക്കാലം ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എവിടേക്ക്? നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ എന്താണെന്ന് വരുന്ന ടോപ്പിക്കിൽ പറയാം. അതുപോലെ തന്നെ ആ ഒരു ഏരിയക്ക് A എന്ന് പറയും. അപ്പോൾ അതാണ് ഇക്വേഷൻ ടോസ് ഈക്വൽ ടു FA y bar ഡിവൈഡഡ് ബൈ IB. ഇനി നമുക്ക് ഓരോ കേസിലേക്ക് പോകാം. ആദ്യമായിട്ട് റെക്ടാങ്കുലാർ ബീം വിത്ത് റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ, ബീം വിത്ത് റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിന് കൺസിഡർ റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതിൻ്റെ വിഡ്ത്ത് B ആണ്, ഡെപ്ത്ത് D ആണ്, ന്യൂട്രൽ ആക്സിസ് ഇതാണ്. നമ്മൾ കാണാൻ പോകുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും Y ഡിസ്റ്റൻസ് ഉള്ള ഈ ഒരു പോയിൻ്റ്, Y ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിൻ്റ്, ഇവിടെയുള്ള ഈ ഒരു ലെവലിലുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു y bar എന്താണ്, A എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഷിയർ സ്ട്രെസ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ കാണുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ എബോ ഉള്ള ഏരിയ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് A എന്ന്, ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സെൻട്രോയിഡ് ഉണ്ടാവുമല്ലോ, ആ സെൻട്രോയിഡിലേക്കുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് y bar എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ കേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ FA y bar ഡിവൈഡഡ് ബൈ IB ആണ്. അപ്പോൾ ആദ്യം തന്നെ ഷിയർ ഫോഴ്സ് F ആണ്. ദെൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ എന്തായിരിക്കും ഏരിയ? നോക്കൂ, ടോട്ടൽ ഇതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഡെപ്ത് ആയിരിക്കും ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് B തന്നെയാണല്ലോ, B തന്നെയാണ്. ഡെപ്ത്ത് പറഞ്ഞാൽ ഇത്രയും ഭാഗം. ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? D/2. ഇത്രയ്ക്ക് ഇവിടെ മുതൽ ഇവിടം വരെ D/2 ആണ്. D/2 നിന്നും y കുറച്ചാൽ ഇത് കിട്ടുമല്ലോ. അപ്പോൾ D/2 മൈനസ് y ആണ് ഏരിയ.
ഇല്ല സോറി ഇതിൻ്റെ ഡെപ്ത്. അപ്പോൾ ബി ഇൻറ്റു ഡി ബൈ ടു മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയ കിട്ടി. പിന്നെ നമുക്ക് എന്താ കിട്ടേണ്ടത്? വൈ ബാർ കിട്ടണം അല്ലേ, ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ്. ഇതിൻ്റെ സെൻട്രോയിഡും നമ്മുടെ ന്യൂട്രൽ ആക്സിസ് നമ്മുടെ ഡിസ്റ്റൻസ് വൈ ബാർ. അതെന്തായിരിക്കും? വൈ പ്ലസ് നേരത്തെ പറഞ്ഞ ഡി ബൈ ടു മൈനസ് വൈ ബൈ ടുവിൻ്റെ ഹാഫ് അല്ലേ, ഡി ബൈ ടു മൈനസ് വൈൻ്റെ ഹാഫ്. ഇതിൻ്റെ ഒരു ഡെപ്തിൻ്റെ പകുതിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വരുന്നത്. അപ്പോൾ അത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് ഷോർട്ടാക്കുന്നത് എങ്ങനെയൊക്കെ പറയുന്നില്ല. അതെങ്ങനെ ഷോർട്ടാക്കുക? ഡി ബൈ ടു മൈനസ് വൈന് നമുക്ക് ഡി മൈനസ് ടു വൈ എന്ന് പറയാം. പിന്നെ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഡി ബൈ ടു പ്ലസ് വൈ ബൈ ടു എന്ന് കിട്ടും, വൈ ബാർ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ എഫ് എ വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ബിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുക. ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി ഡി ക്യൂ ബൈ 12 ആണ്. ഐ എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ 12 ആണ്. പിന്നെ ബി ഈ കേസിൽ ബി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് തന്നെ. ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബി ഇൻറ്റു ഡി ബൈ ടു മൈനസ് വൈ കൊടുത്തു. വൈ ബാർ നേരത്തെ പറഞ്ഞാൽ ഷോർട്ടാക്കിയാൽ ഡി ബൈ ടു പ്ലസ് വൈ ആയി. ഐ എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ 12 ആണ്. ദെൻ ബി 6F. അപ്പോൾ ഇത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ 6F ബൈ ബി ഡി ക്യൂബ് എന്താണ് കിട്ടുന്നത്? ഷോർട്ടാക്കി കഴിഞ്ഞാൽ 6F ബൈ ബി ഡി ക്യൂബ് ഇൻറ്റു 6F ബൈ ബി ഡി ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഷിയർ സ്ട്രെസ് ഫോർ എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 6F ബൈ ബി ഡി ക്യൂബ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷൻ, ദിസ് കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയർ. ഓർ ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പരാബോളിക്കാണ്. റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷനിൽ ഷിയർ സ്ട്രെസ് വേരി ചെയ്യുന്നത് പരാബോളിക്കായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് നേരത്തെ പറഞ്ഞു. ബെൻഡിങ് സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിൽ എന്താണ് 0 ആണ്. എക്സ്ട്രീമിലേക്ക് പോകുന്നതോറും മാക്സിമം ആവുന്നു. എന്നാൽ ഷിയർ സ്ട്രെസ് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തന്നെ വ്യക്തമാണ്. ടോസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ അല്ലേ, ടോസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഒരു ഏരിയ ഇപ്പം ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിൻറ്റിലെ ഷിയർ സ്ട്രെസ് ആണ് കാണുന്നതെങ്കിൽ നമ്മളിതിൻ്റെ എബോവ് ആയിട്ടുള്ള ഏരിയ കൺസിഡർ ചെയ്യും. ഇതിൻ്റെ എബോവ് ഇത്രയ്ക്ക് ഏരിയ ഉണ്ടാവും. എന്തായിരിക്കും? അപ്പം വൈ ബാർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം വൈ ബാർ മാക്സിമം, വൈ ബാർ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഇവിടെ ടോപ്പിലുള്ള ഷിയർ സ്ട്രെസ്സാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഏരിയ ഒന്നുമില്ല, ഇതിൻ്റെ എബോവ് ഏരിയ ഒന്നുമില്ല മാർക്ക് ചെയ്യാൻ. അപ്പോൾ ടോപ്പിൽ എന്തായിരിക്കും? വൈ ബാർ ആ വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഷിയർ സ്ട്രെസ് എന്താണ്? ന്യൂട്രൽ ആക്സിസിൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഷിയർ സ്ട്രെസ് ടോപ്പിലും താഴെ കേട്ടോ, താഴെ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് ഈ ഇക്വേഷൻ തന്നെ വ്യക്തമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ റെക്ടാങ്കുലറിൻ്റെ കേസിൽ നമ്മൾ കൊടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അറ്റ് അവിടെ പറയുന്നുണ്ട്. ഷിയർ സ്ട്രെസ് മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയായിരിക്കും? ന്യൂട്രൽ ആക്സിസ് ആയിരിക്കും. വൈ ഈക്വൽ ടു 0 കൊടുക്കുക. വൈ ഈക്വൽ ടു ഈക്വേഷൻ വൈ 0 കൊടുക്കുമ്പോഴല്ലേ ഈക്വേഷൻ മാക്സിമം ആവുക അല്ലേ? അപ്പോൾ ടോമാക്സ് കിട്ടാൻ വൈ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ ടോമാക്സ് ഇസ് ഈക്വൽ ടു 6F ബൈ ബി ഡി ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4. അത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ 6F ടി സ്ക്വയർ ബൈ ബി ഡി ഓർ 3/2 എഫ് ബൈ ബി ഡി എന്ന് കിട്ടും. 3/2 എഫ് ബൈ ബി ഡി എന്ന് കിട്ടും ടോമാക്സ്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഏരിയ ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ എഫ് ബൈ ബി ഡി ആയിരിക്കും ഷിയർ സ്ട്രെസ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ ബി ഡി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ടോമാക്സ് എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു ആവറേജ് ആണെന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രം. അതുപോലെ തന്നെ ഈ വാല്യൂ നമുക്കൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് വൈ സീക്വൽ ടു d/2. ടോപ്പിൽ വൈൻ്റെ വാല്യൂ d/2 അല്ലേ? എന്തായിരിക്കും? കറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ ഈ ഇക്വേഷൻ 0 ആകുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ്. ഷിയർ സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിൽ മാക്സിമം ആയിരിക്കും.
അതുപോലെ തന്നെ ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടം 0 ആയിരിക്കും. ടോ മാക്സ് ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് വാരി ചെയ്യുന്നത് പരാബോളിക്കാണ്. അപ്പോൾ ഈ ഇക്വേഷൻ അത് ക്ലിയർ ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് റെക്റ്റാങ്കുലറിൻ്റെ കേസിൽ ഇതിൻ്റെ ഒരു വേരിയേഷൻ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഗ്രാഫാക്കി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. ആൻഡ് മാക്സിമം ആയിരിക്കും എന്ത്, സെൻറ്ററിൽ. വേരിയേഷൻ എങ്ങനെയാണ്, പരാബോളിക്കാണ്. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. ഇറ്റ് ഷോസ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ബീം വിത്ത് റെക്ടാങ്കുലാർ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സർക്കുലർ നോക്കാം. അപ്പോൾ അതിൽ ഷിയർ സ്ട്രെസ് വേരിയേഷൻ നമുക്ക് പിന്നെയുള്ളത് സർക്കുലാർ, ട്രയാങ്കുലാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഡെറിവേഷൻ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചോദിക്കാറില്ല. സർക്കുലാറിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ ട്രയാങ്കുലാറിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലംസാണ് ചോദിക്കാറുള്ളത്. ഐ സെക്ഷനൊക്കെ പോലെയുള്ള പ്രോബ്ലംസാണ് വരുന്നത്. അപ്പോൾ അത് ഐ സെക്ഷനൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഐ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസിലും ഐ സെക്ഷൻ പ്രോബ്ലം വരാറുണ്ട്, ഷിയർ സ്ട്രെസ്സിൻ്റെയും വരാറുണ്ട്. അപ്പോൾ അത് പ്രോബ്ലംസ് വരുമ്പോൾ ഏതാണ് ചോദിച്ചതെന്ന് കൃത്യമായിട്ട് നോക്കണം. ബെൻഡിങ് സ്ട്രെസ് ആണോ കാണാൻ പറഞ്ഞത്, ഷിയർ സ്ട്രെസ് ആണോ കാണാൻ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ ഐ സെക്ഷൻ വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓരോ പോയിന്റിലും ഷിയർ സ്ട്രെസ് കാണാൻ പഠിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുത്തെ ഷിയർ സ്ട്രെസ് അറ്റ് ദി ന്യൂട്രൽ ആക്സിസിലുള്ള ഷിയർ സ്ട്രെസ്സാണ് കാണുന്നതെങ്കിൽ, ഈ ഒരു ലെവലിൽ ഷിയർ സ്ട്രെസ്സാണ് കാണുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇക്വേഷൻ ടോസ് ഈക്വൽ ടു FAY ബാർ ഡിവൈഡഡ് ബൈ IB ആണ്. ടോസ് ഈക്വൽ ടു FAY ബാർ ഡിവൈഡഡ് ബൈ IB ആണ്. F തരും, ഷിയർ ഫോഴ്സ് ക്വസ്റ്റ്യൻ തരും. I കാണണം, നമ്മൾ കാണണം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഐ സെക്ഷൻ്റെ ഐ കാണാനൊക്കെ പഠിച്ചതാണ്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോയിൻറ്റിലെ ഏത് ലെവലിലെ ഷിയർ സ്ട്രെസ്സാണ് കാണുന്നത് അവിടെയുള്ള വിഡ്ത്താണ് ബി. ഓക്കെ, ഇനി ഏരിയയും വൈ ബാറുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എ ആൻഡ് വൈ ബാറാണ് ശ്രദ്ധിക്കണം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ് എ എടുക്കുക, വൈ ബാർ എങ്ങനെ എടുക്കുക എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഐ സെക്ഷൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പോയിൻറ്റിലുള്ള ഷിയർ സ്ട്രെസ്സാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ എവിടുത്തെ ഷിയർ സ്ട്രെസ്സാണ് കാണുന്നത് അവിടെ അതിൻ്റെ എബോ ഏരിയ ഷെയ്ഡ് ചെയ്യണം. അപ്പം ഇതാണ് എബോ വരുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് എ എന്ന് പറഞ്ഞാൽ. വൈ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, റെക്റ്റാങ്കിൾ പോലെയല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് മുറിക്കും ഇതിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, ടോസ് ഈക്വൽ ടു FAY ബാർ ഡിവൈഡഡ് ബൈ IB ആണ്. FAY ബാർ ഡിവൈഡഡ് ബൈ IB ആണ്. നമുക്ക് ഈ ഒരു കേസിൽ രണ്ട് ഇത് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ സ്പ്ലിറ്റ് ആക്കും. എങ്ങനെയാണ്, F ഇൻറ്റു A1Y1 പ്ലസ് A2Y2, അതാണ് AY ബാർ എന്ന് പറഞ്ഞാൽ, ഡിവൈഡഡ് ബൈ IB. F ഇൻറ്റു A1Y1 പ്ലസ് A2Y2 ഡിവൈഡഡ് ബൈ IB. അപ്പോൾ നമുക്കിത് ആക്ച്വലി ഈ ഒരു ടേം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഈ ഒരു ടേം പറയുന്നത് AY ബാർ തന്നെയാണ്. അതിങ്ങനെ സ്പ്ലിറ്റാക്കിയത് മാത്രം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇതിൻ്റെ ഏരിയ, A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൻ്റെ ഏരിയ, Y1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, Y2 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് ഇതിൻ്റെ സെൻട്രോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഇക്വേഷൻ അങ്ങനെ മാറുന്നുണ്ട്. Fൻ്റെ A1Y1. B എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിടുത്ത്, നമ്മൾ ഏത് ലെവലിലെ ഷിയർ സ്ട്രെസ് ആണോ കാണുന്നത് അവിടുത്തെ വിടുത്ത്. അതുപോലെ ഇവിടുത്തെ ഷിയർ സ്ട്രെസ് കാണണം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണണം. ഇവിടെ കാണുമ്പോൾ ഇവിടുത്തെ സ്ട്രെസ് കാണുമ്പോൾ ഇത് ഈ ഒരു ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ F കോമൺ സെയിം ആണ്. A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏരിയ മാത്രം മതി. വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞ Y2, അത് മാത്രം മതി. ഓക്കെ, B എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ന്യൂട്രൽ ആക്സിസ് കാണണം, ഒന്ന് ടോപ്പ് ഓഫ് ദി വെബ് കാണണം, സെക്കൻഡ്. പിന്നെ കാണേണ്ടത് ബോട്ടം ഓഫ് ദി ഫ്ലാഞ്ച്,
ഇപ്പോൾ ടോപ്പ് ഓഫ് ദി വെബും ബോട്ടം ഓഫ് ദി ഫ്ലാഞ്ചും ഏറെക്കുറെ സെയിം ആണ്. ബി മാത്രം മാറും. ടോപ്പിൽ പിന്നെ 0 ആണ്, എക്സ്ട്രീമിൽ 0 ആണ്. താഴോട്ടേക്ക് കാണേണ്ടതില്ല, കാരണം സിമ്മട്രിക് ആണ്. അപ്പോൾ താഴോട്ടേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാണുമ്പോൾ നമ്മൾ ബിലോ ആണ് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കാണേണ്ടതില്ല, സിമ്മട്രിക് ആണ്, സെയിം വാല്യൂ കിട്ടുക. ആൻഡ് നമുക്കറിയാം പരാബോളിക്കാണ് വേരിയേഷൻ. അപ്പം അതിനിടയിലുള്ള വേരിയേഷൻ വരയ്ക്കുമ്പോൾ പരാബോളിക് കാണിക്കുക. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം സാമ്പിളായിട്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ an I section has following dimensions. ഫ്ലാഞ്ച് 15x2 ആണ്, വെബ് 30x2 ആണ്. Find maximum shear stress developed in the beam for a shear force of 10 kN. Also draw shear stress variation. ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പോയിന്റിലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൻ്റെ വേരിയേഷൻ വരയ്ക്കുക. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫിഗർ കാണുന്നുണ്ടാവും. എന്താണ് 15x2, അതുപോലെ തന്നെ വെബ് 30x2 ആണ്, രണ്ട് ഫ്ലാഞ്ച് 15x2 ആണ്, സിമ്മട്രിക് ആണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇവിടുത്തെ ഷിയർ സ്ട്രെസ് കാണുമ്പോൾ നേരത്തെ പറഞ്ഞു ന്യൂട്രൽ ആക്സിസ് കാണുമ്പോൾ AY ബാർ എന്നുള്ള സ്പ്ലിറ്റ് ആക്കും. A1 Y1 + A2 Y2 ആവും. അപ്പോൾ അതാണ് ന്യൂട്രൽ ആക്സിസ് കാണുന്നത്. നോക്കൂ ടോമാക്സ് അറ്റ് ന്യൂട്രൽ ആക്സിസ് എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ FA_Y ബാർ ഡിവൈഡ് ബൈ F 10 തന്നിട്ടുണ്ട്. AY ബാർ സ്പ്ലിറ്റ് ആവും, A1 Y1 + A2 Y2 ആവും. ഇപ്പോൾ A1 എന്ന് പറഞ്ഞാൽ എന്താ? A1 എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ഏരിയ 15x2. Y1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് Y1, ഇതിൻ്റെ ഏരിയ ആണ് A1. അതുപോലെ ദെൻ A2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ഏരിയ ആണ് A2 എന്ന് പറഞ്ഞാൽ 15x2 ഇൻറ്റു Y2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഡിസ്റ്റൻസ് എത്ര ഉണ്ടാകും? 15 + 2ൻ്റെ പകുതി ഉണ്ടാവും അല്ലേ, 16 ഉണ്ടാവും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസ് ആണ് കാണുന്നതെങ്കിൽ F × A1 Y1 + A2 Y2 ഡിവൈഡഡ് ബൈ IB. തരും, ക്വസ്റ്റ്യനിൽ തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പം കാണാൻ നമുക്ക് ഞാൻ നേരത്തെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസ് പ്രോബ്ലം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സിമ്മട്രിക്കിൻ്റെ കേസിൽ കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ ചോദിക്കുക. എന്താണ് സിമ്മട്രിക്കിൻ്റെ കേസ്? ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. കാണാൻ ടോട്ടൽ റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇത് മൈനസ് ചെയ്യുക. 1/12 × BD³ മൈനസ് 1/12 ഇതിൻ്റെ ഒരു ബിയും ഈ ഒരു ഡിയും വെച്ച് മൈനസ് ചെയ്യുന്നു. കാണാൻ ഇതിൻ്റെ വാല്യൂ കൊടുക്കുക. പിന്നെ ബി ശ്രദ്ധിക്കുക, ഏത് പോയിന്റിൽ ആണ് കാണുന്നത്? ഇവിടുത്തെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ബി. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസ് കിട്ടി. എത്രയാണ്? ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 1.773. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് സെക്കൻഡ് കാണേണ്ടത് ഷിയർ സ്ട്രെസ് അറ്റ് ടോപ്പ് ഓഫ് ദി വെബ്. അതേതാണ് പോയിന്റ്? ഇതാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലെ ഷിയർ സ്ട്രെസ് കാണാൻ FA_Y ബാർ ഡിവൈഡഡ് ബൈ AB. F സെയിം ആണ്. ഏരിയ എന്താണ്? ഇതിൻ്റെ ഒരു ഏരിയ 15x2 അല്ലേ. Y ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഷെയ്ഡ് ചെയ്യണം. നമ്മൾ ഏത് പോയിന്റിൽ ഷിയർ സ്ട്രെസ് ആണോ കാണുന്നത് അതിൻ്റെ ടോപ്പ് എന്താണ്? ഈ ഒരു ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുക. അതിൻ്റെ ഏരിയ A. Y ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ കണ്ട Y2 ഇല്ലേ, അതാണ് Y ബാർ. അപ്പോൾ അത് കാണുമ്പോൾ 10 × 15 × 2 × 16 ഡിവൈഡ് ബൈ സെയിം ആണ്, നേരത്തെ കണ്ടുപിടിച്ചത് തന്നെ. ബി നമ്മൾ ഇവിടുത്തെ ടോപ്പ് ഓഫ് ദി വെബാണ് കാണും. അപ്പം B2 ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്നതാണിത്. ആൻസർ കിട്ടും. 1.21 കിട്ടും. നെക്സ്റ്റ് കാണേണ്ടത് എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് ടോപ്പ് ഓഫ് ദി ഫ്ലാഞ്ച്. ഏതാണ് പോയിന്റ്? ഇതാണ്. ഇവിടെ തന്നെയാണ്, മാറിപ്പോയത്. ഇവിടെ തന്നെയാണ് ഈ ഫ്ലാഞ്ചിൻ്റെ ബോട്ടം ഓഫ് ദി ഫ്ലാഞ്ച് അല്ലേ, ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ടോപ്പ് ഓഫ് ദി വെബ് തന്നെയാണ്. ബി മാത്രം മാറും. ഏരിയ സെയിം ആണ്. എന്താണ്? അതുപോലെ തന്നെ Y ബാറും സെയിം ആണ്. ഈ ഒരു ഭാഗത്തിന് ടോപ്പ് സെയിം ആണ്. എന്താണ് മാറുന്നത്? ബി മാത്രം മാറും. ഇപ്പോൾ ടോപ്പ് ഓഫ് ദി വെബും ബോട്ടം ഓഫ് ദി ഫ്ലാഞ്ചും കേസിൽ ബി മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ ബി എത്രയാണ്?
ബി ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത് 15 ആണ് വരുന്നത്. അങ്ങനെ അത് മൂന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കണ്ടാൽ മതി, സിമ്മട്രിക് ആണ്. അതിൻ്റെ വേരിയേഷൻ ഈസ് പാരാബോളിക്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ വരുന്നത് ഇവിടെ ടോപ്പ് കാണേണ്ടതില്ല. ടോപ്പ് കാണേണ്ടത് കാരണം അതിൻ്റെ എബോ നമുക്ക് ഏരിയ ഷെയ്ഡ് ചെയ്യാനില്ല. അപ്പോൾ ടോപ്പിൽ ഷിയർ സ്ട്രെസ് 0 ആണ് എല്ലാ കേസിലും. ഇപ്പോൾ ഷിയർ സ്ട്രെസ് 0 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് 0.16 കിട്ടി. ബോട്ടം ഓഫ് ദി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ബോട്ടം ഓഫ് ദി ഫ്ലാഞ്ച് നമുക്ക് 0.161 കിട്ടി. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടേക്ക് പാരാബോളിക് കൊടുക്കാം. ദെൻ അതേ പോയിന്റ് തന്നെയാണ് ഇത് വരുന്നത്, ടോപ്പ് ഓഫ് ദി വെബ് വരുന്നത്. അവിടെ 1.21 നമുക്ക് കിട്ടിയത്. 1.21 ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ അങ്ങനെ കാണിക്കുക, ഒരേ ലൈനിൽ കാണിക്കുക. പിന്നെ സെൻറ്ററിൽ ന്യൂട്രൽ ആക്സിസ് 1.773. അപ്പോൾ നമുക്ക് വേരിയേഷൻ കാണിക്കേണ്ടത് പരാബോളിക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ താഴോട്ടേക്ക് വരച്ചാൽ മതി. താഴോട്ടേക്ക് കാണേണ്ടതില്ല, സിമ്മട്രിക് ആയിട്ട് വരച്ചാൽ മതി. ഇതാണ് ഷിയർ സ്ട്രെസ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിൽ എടുത്തുകൊണ്ട് എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് എക്സാമിന് കൂടുതലും വരുന്നത്. ഈ ഒരു ടൈപ്പാണ്. ഞാൻ ഐ സെക്ഷൻ അല്ലാതെ ടി സെക്ഷനൊക്കെ ചോദിക്കാം.